സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 15. എന്താ ഇതൊക്കെ? തമ്പി മുതലാളി അന്താളിച്ചു. നിനക്ക് എന്തു പറ്റി ധർമ്മരാജ? ധർമ്മരാജൻ ആ പുലരിത്തണുപ്പിലും നിന്ന് വിയർത്തു. അതികഠിനമായ വേദനയാൽ അയാൾ ഞെളിവിരി കൊള്ളുന്നുണ്ടായിരുന്നു. പല്ല് കടിച്ചമർത്തി വേദന സഹിച്ച് അയാൾ ഉണ്ടായ സംഭവമെല്ലാം മഹാദേവൻ തമ്പിയോട് വിശദീകരിച്ചു. മഹാദേവൻ തമ്പി തരിച്ചു നിന്നു. ധർമ്മരാജൻ ശത്രുവിൻ്റെ മുമ്പിൽ തോറ്റമ്പി വന്നിരിക്കുകയാണെന്ന് അയാൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എൻ്റെ ആദ്യത്തെ അനുഭവം മുതലാളി, ഈ തോൽവി, അയാൾ ദീനസ്വരത്തിൽ പറഞ്ഞു. തമ്പിക്കും അത് ആദ്യാനുഭവമായിരുന്നു. നിങ്ങളെ അടിച്ചു തകർത്തിട്ട് അവരെങ്ങോട്ടാ രക്ഷപ്പെട്ടതെന്നറിയാമോ? അറിയില്ല. മിനി ലോറിയുടെ നമ്പർ ധർമ്മരാജൻ താൻ കണ്ട രജിസ്ട്രേഷൻ നമ്പർ ഓർമ്മയിൽ നിന്ന് പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ട് നിങ്ങൾ അപ്പോൾ തന്നെ എന്നെ വിവരമറിയിച്ചില്ല? ഞങ്ങളെല്ലാം നാനാ വഴിക്ക് ചിതറിപ്പോയി. എല്ലാവരും തിരിച്ചു വരാൻ സമയമെടുത്തു. എനിക്ക് നടക്കാൻ പോലും വയ്യായിരുന്നു. നമ്മുടെ ജീപ്പ് അവന്മാർ കേടാക്കിയിട്ടാണ് പോയത്. മാത്രമല്ല പാതിര കഴിഞ്ഞിരുന്നതിനാൽ ഫോണിൽ വിവരമറിയിക്കാനും മാർഗമില്ലാതായി. ടൗണിലെ കടകളെല്ലാം അടച്ചുപോയി. എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചില്ല? ആരറിയിക്കും? എല്ലാവർക്കും പരിക്കേറ്റിരുന്നു. മാത്രമല്ല പോലീസിൽ അറിയിക്കുന്നത് ബുദ്ധിയല്ലെന്നും തോന്നി. ആ സ്ത്രീകളെ നമ്മൾ ചെന്ന് ബലമായി തട്ടിക്കൊണ്ടു പോരാൻ ശ്രമിച്ച കേസാണല്ലോ. ഇനി അവരെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? അവരെങ്ങോട്ടാ പോയതെന്ന് വല്ല ഊഹവുമുണ്ടോ? ഇല്ല. ചിലപ്പോൾ ഹൈറേഞ്ചിൽ നിന്ന് ദൂരെ എവിടേക്കെങ്കിലും മാറിയതാവാനേ വഴിയുള്ളൂ. പക്ഷേ അവരെ കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. 3 സ്ത്രീകളെ ഒളിവിൽ താമസിപ്പിക്കാൻ ആർക്കു പറ്റും? നമുക്ക് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാം, തമ്പി മുതലാളി പറഞ്ഞു. പോലീസിനെ ഇടപെടുത്തുന്നത് ബുദ്ധിയല്ല മുതലാളി. നാളെ കണക്ക് തീർക്കുമ്പോൾ നമ്മൾ അവരുടെ ശത്രുക്കളായിരുന്നെന്ന് ഒരിടത്തും രേഖയുണ്ടാവരുതല്ലോ. ധർമ്മരാജൻ്റെ സ്വരത്തിൽ നിന്ന് പ്രതികാരവാഞ്ചയുടെ തീപ്പൊരി ചിതറി. എനിക്കൊരവസരം കൂടി തരണം. അവനെ മുതലാളിയുടെ മുമ്പിൽ ജീവനോടെ എത്തിക്കാൻ നോക്കിയതാ ഞാൻ കാണിച്ച അബദ്ധം. അടുത്ത തവണ അങ്ങനെ സംഭവിക്കില്ല. മഹാദേവൻ തമ്പി കൂട്ടിലിട്ട വന്യമൃഗത്തെ പോലെ അക്രമാസക്തനും പ്രതികാരദാഹിയുമായി വിശാലമായ സിറ്റൗട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവരുടെ കാര്യം ഞാൻ ഏറ്റു മുതലാളി. അടുത്ത തവണ ഈ തെറ്റ് ആവർത്തിക്കില്ല. ശരി ശരി, ജീപ്പ് തിരിച്ച് നേരെ അടിമാലിയിലേക്ക് വിട്. നിങ്ങളെല്ലാം ആശുപത്രിയിൽ കയറ്റാതെ ഒന്നിനും കൊള്ളില്ലല്ലോ. നിന്റെ കൈ രണ്ടും ഒടിഞ്ഞിട്ടുണ്ടോ? ഉവ്വ്. നീ നേരെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടിയിരുന്നത്. ഇനിയെങ്കിലും വൈകണ്ട. എല്ലാവരും ജീപ്പിൽ ചെന്ന് കയറി. മഹാദേവൻ തമ്പിയും വേഷം മാറി ഇറങ്ങി. അയാൾ തൻ്റെ ബെൻസ് കാർ ഇറക്കി. ജീപ്പും കാറും അടിമാലിയിലേക്ക് പാഞ്ഞു. പുതിയ താമസ സ്ഥലം, പുതിയ അയൽക്കാർ, ശാന്തമായ പരിസ്ഥിതികൾ. രാജുമോൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. കുന്നിൻ മുകളിൽ നിന്നാൽ ഡാമിലെ നീല ജലനിരപ്പിൻ്റെ ഏതാനും ഭാഗങ്ങൾ കാണാം. ശാന്തമ്മയും വിനീതയും ഭയാശങ്കകളോടെയാണ് അവിടെ കഴിഞ്ഞുകൂടിയത്. ഏത് നിമിഷവും തങ്ങൾ പിടിക്കപ്പെട്ടേക്കാം എന്നൊരു പേടി അവരുടെ മനഃശാന്തി കെടുത്തി. അയൽക്കാരുമായി വലിയ സമ്പർക്കമൊന്നുമില്ലാതെ കഴിയുന്നിടത്തോളം ഒതുങ്ങിയാണ് അവർ കഴിഞ്ഞുകൂടിയത്. അവിടെ താമസം തുടങ്ങി 2ാമത്തെ ദിവസം തന്നെ ക്വാർട്ടേഴ്സ് വാടകയ്ക്ക് കൊടുത്തയാൾ വന്ന് അവരെ പരിചയപ്പെട്ടു. ശാന്തമ്മയുടെ പേര് ലളിത എന്നും വിനീതയുടെ പേര് തുളസി എന്നും രാജിമോളുടെ പേര് അമ്പിളി എന്നും മാറ്റിയിരുന്നു. പരസ്പരം പേര് വിളിക്കുമ്പോൾ അബദ്ധം പിണയാതിരിക്കാൻ അവർ അങ്ങേയറ്റം ശ്രദ്ധിച്ചു. വീട്ടുടമ അവരുടെ കറണ്ട് കണക്ഷൻ ശരിയാക്കി കൊടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ അവരുടെ മനസ്സിൽ നിന്ന് ആപത്ശങ്ക വിട്ടൊഴിഞ്ഞുപോയി. ജീവിതം ശാന്തമായി മുന്നോട്ടു പോകുന്നു. പോലീസില്ല, ഗുണ്ടകളില്ല, കല്ലേറും ചീത്തവളിയും ഭീഷണികളുമില്ല. നല്ലവരായ അയൽക്കാർ അവർ പറഞ്ഞതെല്ലാം ഏറെക്കുറെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഒരമ്മയും 2 പെൺമക്കളും അവിടെ വന്ന് താമസിക്കുന്നത് വലിയ സംഭാഷണ വിഷയമാകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നരേന്ദ്രൻ അവരെ കാണാൻ വന്നു. പാതിരാത്രിയാണ് എത്തിയത്. വിനീത പിൻവാതിൽ തുറന്ന് അവനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസം? നരേന്ദ്രൻ ചോദിച്ചു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, വിനീത പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അന്വേഷിക്കാൻ ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർ വെറുതെ ഇരിക്കുമോ? ആ മുതലാളിയും അയാളുടെ ആൾക്കാരും? ശാന്തമ്മ ചോദിച്ചു. തൽക്കാലം പ്രശ്നമൊന്നുമില്ല. ധർമ്മരാജനും കൂട്ടരും ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ഞാൻ അറിഞ്ഞു. ധർമ്മരാജൻ്റെ ഒടിഞ്ഞ കൈ 2ഉം പ്ലാസ്റ്ററിലാണ്. അയാൾക്കിനി 1 മാസത്തേക്കെങ്കിലും അനങ്ങാനൊക്കില്ല. അയാളുടെ സഹായമില്ലാതെ മഹാദേവൻ തമ്പി ഒന്നും ചെയ്യുകയുമില്ല. ധർമ്മരാജൻ്റെ കൈകളല്ല ഫലത്തിലൊടിഞ്ഞത്, മഹാദേവൻ തമ്പിയുടെ വലങ്കൈയാണ്. എന്നാലും എന്നെങ്കിലും ഞങ്ങളെ കണ്ടുപിടിക്കാതിരിക്കുമോ? അയാൾ പ്രതികാരം ചെയ്യാതിരിക്കുമോ? അതുകൊണ്ട്? നരേന്ദ്രൻ ചോദ്യഭാവത്തിൽ വിനീതയെ നോക്കി. നമുക്കിതല്ലേ ചെയ്യാനുള്ളൂ. നമ്മൾ അത്ര നിസ്സാരന്മാരല്ലെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി വളരെ സൂക്ഷിച്ച് അയാൾ ഓരോ ചുവടും വയ്ക്കൂ. ചേട്ടനെ ഇതുവരെ വിവരം അറിയിച്ചിട്ടില്ല. നിങ്ങൾ അറിയിക്കണ്ട, ഞാൻ അറിയിച്ചോളാം. ഇത്തവണ ഞാൻ സുഗതൻ ചേട്ടനൊരു കത്തെഴുതുന്നുണ്ട്. നിങ്ങളെ മാറ്റി പാർപ്പിച്ചു എന്ന് മാത്രമേ എഴുതൂ. എവിടെയാണെന്ന് ഒരു സൂചനയും കൊടുക്കില്ല. കാരണം ജയിലിൽ കിടക്കുന്ന തടവ് പുള്ളികൾക്ക് പൊട്ടിച്ച കത്തുകളാണ് കിട്ടാറ്. തൽക്കാലം സുഗതൻ ചേട്ടൻ്റെ മറുപടിയൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് ചുരുക്കം. ഞങ്ങളിങ്ങനെ ഇവിടെ
എത്ര നാൾ? നോക്കട്ടെ. ഇവിടെയും അപകടമാണെന്ന് കണ്ടാൽ മറ്റൊരു സ്ഥലം തേടണം. പേരൊക്കെ മാറ്റിയില്ലേ നിങ്ങൾ? ഉവ്. വിനീത അവരുടെ പുതിയ പേരുകൾ പറഞ്ഞു. താൽക്കാലികമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയോ കൊച്ചുകുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ ഒരു കളരി തുടങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും. പതുക്കെ മതി. എല്ലാവരും ഏതു നേരത്തും വീടടച്ചു പൂട്ടി അകത്തിരിക്കരുത്. അത് സംശയമുണ്ടാക്കും. രാജിമോൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ പോകാം. ഏതെങ്കിലും ട്യൂഷൻ സെൻറ്ററിൽ പോയാൽ മതി. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണും. നമ്മൾ ഒളിച്ചിരിക്കുകയല്ല, സാധാരണ മനുഷ്യ പോലെ ജീവിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ഞാൻ എവിടെയെങ്കിലും വല്ല കൂലിപ്പണിക്കും പോയാലോ എന്ന് ആലോചിക്കുക, ശാന്തമ്മ പറഞ്ഞു. അതും നല്ലതാ. പക്ഷേ 100 പോകരുത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത്. എനിക്ക് തോന്നുന്നത് കൊള്ളാവുന്ന ഏതെങ്കിലും വീട്ടുജോലിക്ക് പോകുന്നതാണ് നല്ലതെന്നാ. അയ്യോ, വീട്ടുജോലിക്ക് നിൽക്കാനോ? രാജിമോൾക്ക് അത് ആക്ഷേപമായി തോന്നി. അതിലെന്താ കുറച്ചിൽ? രാവിലെ പോയിട്ട് സന്ധ്യയ്ക്ക് തിരിച്ചു വരാവുന്ന ഏതെങ്കിലും വീടായിരിക്കണം. ഞാൻ ഓരോ സാധ്യത പറയുന്നേയുള്ളൂ. എന്നും അത് ചെയ്യേണ്ടി വരില്ല. നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും. അപ്പോൾ നിർത്താം. ശാന്തമ്മ അനുകൂല ഭാവത്തിൽ നിന്നു. ധൈര്യമായിരിക്കുക. കൂടുതലൊന്നുമില്ല പറയാൻ. നരേന്ദ്രൻ കുറച്ച് പണം അവരെ ഏൽപ്പിച്ചു. അനന്തരം രാത്രിയിൽ തന്നെ മടങ്ങി. നരേന്ദ്രൻ്റെയും കൂട്ടരുടെയും കഞ്ചാവ് കൃഷി വിളവെടുക്കാറായി വരുന്നതേയുള്ളൂ. മുമ്പ് കൃഷി ചെയ്ത മിടുക്കന്മാർ പലരും തമിഴന്മാർക്ക് വിറ്റ് കാശ് നിറച്ച പണവുമായി പോയി. ഒരിടത്ത് മാത്രം കൃഷി നടത്തിയവർ തമ്മിൽ കഞ്ചാവിൻ്റെ ഓഹരിയെ ചുറ്റി വഴക്കും കത്തിക്കുത്തും നടന്നു. മരണമൊന്നും സംഭവിച്ചില്ല. പുതിയ കൃഷിക്കാർ അനുകൂല സാഹചര്യമാണെന്ന് കണ്ട് ഉഴവ് വെട്ടിത്തെളിച്ച് കഞ്ചാവ് കൃഷി തുടങ്ങിയിട്ടുണ്ട്. ചില മലമടക്കുകളിൽ പുതിയ കയ്യേറ്റക്കാർ ഭൂമി കിളച്ചൊരുക്കുന്നതേയുള്ളൂ. 10 ദിവസം പ്രായമായ കുരുന്നുമുള മുതൽ 4 മാസം പ്രായമായ ചെടയമ്മ വരെ വിവിധ കൃഷിത്തോട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. നരേന്ദ്രൻ്റെയും കൂട്ടരുടെയും കൃഷിത്തോട്ടത്തിലെ കഞ്ചാവ് കരണിൻ്റെയും ശങ്കറിൻ്റെയും തോട്ടത്തിലേക്കാൾ തഴച്ചു വളർന്ന് പന്തലിച്ചിരുന്നു. ശങ്കർ അതിനെ കണ്ണുവെക്കുകയും ഉണ്ടായി. അതിനിടയിൽ ഓർക്കാപ്പുറത്താണ് റെയ്ഡ് സംഘം വന്നത്. കൂക്കി വിളിച്ചും പാട്ടകൊട്ടിയും പടക്കം പൊട്ടിച്ചും അടുത്ത മലനിരകളിലുള്ളവർക്ക് മറ്റു കൃഷിക്കാർ അപായസൂചന നൽകുന്നുണ്ടായിരുന്നു. ഡാനിയും കുഞ്ഞുമോനും കരുണനും പാറക്കെട്ടിന് മീതെ കയറി നിന്ന് നോക്കി. മൈലുകൾക്കകലെ മലഞ്ചെരിവുകളിൽ കാക്കിപ്പടയുടെ നീക്കം കാണാം. നമുക്ക് കുറച്ച് അങ്ങോട്ട് ചെല്ലാം. അവന്മാരെ ഏതൊക്കെ തോട്ടമാ വെട്ടുന്നതെന്ന് നോക്കാമല്ലോ, കരുണൻ ഡാനിയോട് പറഞ്ഞു. അവർ പോകാൻ തയ്യാറായി. അപ്പോഴേക്കും ശങ്കർ ഓടിയെത്തി. അവന്മാർ ക്യാമ്പാണെന്നാ തോന്നുന്നേ, ശങ്കർ വേവലാതിയോടെ പറഞ്ഞു. മലകൾ താണ്ടി അവർ ഫ്ലൈയിങ് സ്ക്വാഡ് വരുന്ന ദിക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഓരോ മല കയറി ഇറങ്ങുമ്പോഴും കാക്കിപ്പടയുടെ മുന്നേറ്റം കാണാം. ഒരു വലിയ മലങ്കെട്ടിന് മീതെ കയറി അവർ കാത്തു നിന്നു. അവിടെ നിന്നാൽ സമീപ പ്രദേശങ്ങളുടെ ഒരു വിശാല വീക്ഷണം ലഭിക്കുമായിരുന്നു. വാഴക്കാലാട തോട്ടത്തിലായി ഇപ്പം, കുഞ്ഞുമോൻ കണ്ണിന് മീതെ കൈപ്പടം വെച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതിനിടയിൽ മറ്റു ചില തോട്ടങ്ങളിലുള്ളവരും പാറക്കെട്ടിന് മുകളിലേക്ക് കയറി വന്നു. കുന്നേൽ പാപ്പച്ചൻ്റെ തോട്ടം, കുരുവിക്കാട്ട് കുഞ്ഞാപ്പൻ്റെ തോട്ടം, രാജാക്കാട് വിശ്വൻ്റെ തോട്ടം, കുഞ്ചിക്കണ്ണി മെയ്തീൻ്റെ തോട്ടം, പൂപ്പാറ ദേവസ്യയുടെ തോട്ടം, നെടുങ്കണ്ട ആഗസ്തിയുടെ തോട്ടം, വാഴവര അപ്പച്ചൻ്റെ തോട്ടം, രാജകുമാരി വിൽസൻ്റെ തോട്ടം. സ്പെഷ്യൽ സ്ക്വാഡ് ആക്രമിച്ചു കയറിയ തോട്ടങ്ങളുടെ ലിസ്റ്റ് തൻ്റെ അറിവിൽ നിന്ന് ഡാനി പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. വെട്ടിക്കത്തികളും വലിയ വടികളുമായി പാഞ്ഞു നടക്കുകയാണ് മിന്നൽപ്പട. കുറേ പേർ പെട്രോൾ മണ്ണെണ്ണ കന്നാസുകളുമായി ഓടി നടന്നാണ് വെട്ടിക്കൂട്ടിയ കഞ്ചാവ് ചെടികൾക്ക് തീയിടുന്നു. ഒരു തോട്ടത്തിലും ടെൻറ്റുകൾ കാണാനില്ല. റെയ്ഡിന് വരുന്ന സംഘത്തെ ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പേ കാണാം എന്നതിനാൽ ടെൻറ്റുകൾ പൊളിച്ചുകൊണ്ടാണ് കൃഷിക്കാർ അടുത്ത മലയിലേക്ക് രക്ഷപ്പെടുക. തോട്ടങ്ങളിൽ അവിടെ പുക ഉയരാൻ തുടങ്ങിയിരുന്നു. കഴിവറുടെ മോന്മാരുടെ ചുടിയില സഹിക്കാൻ മേലാത്തെ, കുഞ്ഞുമോൻ പറഞ്ഞു. മിന്നൽപ്പട ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലല്ല വന്നതെങ്കിൽ 2 മണിയോടെ റെയ്ഡ് അവസാനിപ്പിക്കും. കാരണം പിന്നെ തിരിച്ചു പോകാനുള്ള സമയമേ ഉള്ളൂ. 2 മണിക്കെങ്കിലും തിരിച്ചാലേ രാത്രിക്ക് മുമ്പ് ചിലന്തിയാറിൽ എത്തുകയുള്ളൂ. 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ സമയം. 4 മണിക്കൂർ കൊണ്ട് അവർ എത്ര തോട്ടങ്ങൾ നശിപ്പിക്കും? ഡാനി മനക്കണക്ക് കൂട്ടി. പീറ്ററുടെ ടെൻറ്റ് പൊളിക്കുന്നതാ ബുദ്ധിയെന്ന് തോന്നുന്നു, അവൻ പറഞ്ഞു. വഴിതെറ്റിക്കാനുള്ള പണിയൊക്കെ പീറ്റർ ചെയ്തു വെച്ചിട്ടുണ്ട്, ശങ്കർ പറഞ്ഞു. ചില തോട്ടങ്ങൾ റെയ്ഡ് സംഘത്തിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ അങ്ങനെ ചില ഏർപ്പാടുകളുണ്ട്. തോട്ടങ്ങളിലേക്കുള്ള യഥാർത്ഥ നടപ്പാത കുറ്റിച്ചെടികളും മുൾപ്പടർപ്പുകളും കൂട്ടിയിട്ട് മറയ്ക്കും. തന്മൂലം പല തോട്ടങ്ങളിലും ചെന്നെത്താനുള്ള യഥാർത്ഥ വഴി കണ്ടെത്താനാവാതെ റെയ്ഡ് സംഘം കുഴുങ്ങിപ്പോകും. റെയ്ഡ് സംഘം വെട്ടി മുന്നേറുകയാണ്. ഓരോ മലയിലെയും തോട്ടങ്ങളിൽ എത്തുമ്പോഴേക്കും അവിടുത്തെ കൃഷിക്കാർ കൂടാരം പൊളിച്ച് അടുത്ത മലയിലേക്ക് പിൻവാങ്ങുന്നത് കാണാമായിരുന്നു. ശാന്തമ്പാറ ഷാജിയുടെ തോട്ടം രക്ഷപ്പെട്ടു. അവന്മാരെ കണ്ടുപിടിച്ചില്ല. റെയ്ഡ് സംഘത്തിൻ്റെ നീക്കം നോക്കിയിട്ട് കുഞ്ഞുമോൻ പിറുപിറുത്തു. തോപ്രാംകുടി ജോസൂട്ടിയും രക്ഷപ്പെട്ട ലക്ഷണമാ, കരുണൻ പറഞ്ഞു. കരുണന് പേടിക്കാനൊന്നുമില്ല. അയാളുടെ തോട്ടത്തിൽ കയറണമെങ്കിൽ റെയ്ഡ് സംഘത്തിന് ഏണിയുണ്ടെങ്കിലേ പറ്റൂ. പാറക്കെട്ട് വഴി മുകളിൽ കയറി പറ്റിയാൽ മാത്രമേ മുറ്റം പോലെ കിടക്കുന്ന കൃഷിഭൂമി കണ്ണിൽപ്പെടൂ.
റെയ്ഡ് ഉണ്ടാകുമെന്ന് ഒരു പട്ടിയും നമ്മളെ അറിയിച്ചില്ലല്ലോ. ശങ്കർ ആരോടൊന്നുമില്ലാതെ അപരാധിപ്പെട്ടു. സാധാരണഗതിയിൽ റെയ്ഡിനെപ്പറ്റി പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് തന്നെ മുന്നറിയിപ്പ് കിട്ടേണ്ടതാണ്. അതിനുവേണ്ടിയാണ് മാസപ്പടി കൊടുക്കുന്നത്. കഞ്ചാവ് തോട്ടങ്ങളിൽ നിന്ന് തീജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. വിളവെത്താറായ തോട്ടങ്ങളാണ് നശിപ്പിക്കപ്പെടുന്നത്. 1-2 മാസം കൂടി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കേണ്ട തോട്ടങ്ങൾ ഒന്നൊന്നായി എരിഞ്ഞു തീരുകയാണ്. അന്തരീക്ഷത്തിൽ പുകപടലങ്ങൾ പടരുന്നതോടൊപ്പം കാറ്റിൽ കഞ്ചാവിൻ്റെ കരിഞ്ഞ ഗന്ധവും കലർന്നുകൊണ്ടിരുന്നു. ഇത്തവണ രക്ഷയില്ലല്ലോ, നരേന്ദ്ര, കരുണൻ ഉൾക്കിടിലത്തോടെ പറഞ്ഞു. തിരുവനന്തപുരത്തു നിന്ന് വരുന്ന മിന്നൽ സ്ക്വാഡാണെന്ന്, മന്ത്രിയുടെ നേതൃത്വത്തിലാണെന്ന് കേട്ടു. ചിലന്തിയാറ്റിൽ വേറൊരു വഴിക്ക് ഓടിവന്ന കുമാരനാ പറഞ്ഞതത്രേ. 1-2 21 വണ്ടിയാ ചിലന്തിയാറ്റിൽ ഇന്ന് വെളുപ്പിനെ വന്ന് കിടക്കുന്നേ. ക്യാമ്പ്. NCCക്കാരാ ഭൂരിപക്ഷവും. അവരെല്ലാവരും ഉദ്യോഗത്തോടെ പാറക്കെട്ടിൽ നിന്ന് താഴെ ഇറങ്ങി ശങ്കറിൻ്റെ കൃഷിയിടത്തിലേക്ക് നടന്നു. ശങ്കർ അവരെ അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു. പോയി നരേന്ദ്ര, എല്ലാം പോയി, ശങ്കർ വിലപിച്ചു. അവർ അടുത്ത മലമടക്കിലുള്ള കോതമംഗലംകാരൻ പീറ്ററുടെ കഞ്ചാവ് തോട്ടത്തിലേക്ക് സംഘമായി ചെന്നു. പീറ്റർ ഇന്നലെ മുതൽ വിളവെടുപ്പ് തുടങ്ങിയിരുന്നു. തഴച്ചു വളർന്ന് സമൃദ്ധമായി നിന്ന ചെടയന്മാരെ വെട്ടിയെടുത്ത് ചെടമുറിച്ച് കൂടാരത്തിൽ അടുക്കിയിട്ടുണ്ട്. പീറ്ററും ഏതാനും കൃഷിക്കാരും ചെറിയ കുന്നിൻ മുകളിൽ നിൽക്കുന്നത് കണ്ടു. അവർ ബൈനോക്കുലറിലൂടെ രംഗനിരീക്ഷണം നടത്തുകയാണ്. നരേന്ദ്രനും കൂട്ടരും ചെന്നപ്പോൾ പീറ്റർ പറഞ്ഞു, അവന്മാർ കരുതിക്കൂട്ടിയാ. നരേന്ദ്രൻ പീറ്ററുടെ കയ്യിൽ നിന്ന് ബൈനോക്കുലർ വാങ്ങി നോക്കി. പിന്നറ്റം ഇതുവരെ കാണാത്ത നീണ്ട നിര. റെയ്ഡ് സംഘത്തിലുള്ളവർക്കെല്ലാം ചുമടുകൾ, അലുമിനിയം പാത്രങ്ങൾ, ചെറിയ പ്ലാസ്റ്റിക് ജാറുകൾ, കന്നാസുകൾ, കൂടാതെ തോളത്ത് ഓരോ വലിയ ബാഗും. അവർ പർവ്വതാരോഹകരെ പോലെ തോന്നിച്ചു. നരേന്ദ്രൻ ഡാനിക്ക് ബൈനോക്കുലർ കൈമാറി. ക്യാമ്പാ, സംശയിക്കണ്ട, ഡാനി നിരാശയോടെ പറഞ്ഞു. 300-ൽ കുറയാതെയുണ്ട് അവന്മാരുടെ എണ്ണം. കുഞ്ഞുമോൻ ഓരോരുത്തരെയും മാറി മാറി നോക്കി. എല്ലാ മുഖങ്ങളും ഭീതി കൊണ്ടും നിരാശ കൊണ്ടും വിളറിയിരുന്നു. നമ്മുടെ ടെൻറ്റ് പൊളിക്കണോ ഡാനി? കുഞ്ഞുമോൻ ചോദിച്ചു. കൃഷിത്തോട്ടങ്ങളിൽ നിന്നും കൂടാരങ്ങൾ പൊളിച്ചെടുത്ത് എടുക്കാവുന്ന സാധനങ്ങളുമായി കൃഷിക്കാർ അടുത്ത മലനിരകളിലേക്ക് പിൻവാങ്ങുന്നത് കാണാമായിരുന്നു. ഇനി നോക്കിയിട്ട് കാര്യമില്ല, വാ, ഡാനി നരേന്ദ്രനോട് പറഞ്ഞു. സംഘാംഗങ്ങൾ അവരുടെ കൂടാരങ്ങളിലേക്ക് പോയി. ടെൻറ്റുകൾ അഴിച്ച് ചുരുട്ടിക്കെട്ടി. സാധനങ്ങളെല്ലാം ചാക്കിലും സഞ്ചികളിലുമാക്കി പാക്ക് ചെയ്തു. അരിയും പയറും പാത്രങ്ങളും എടുത്തു. ഹോസ് പൈപ്പുകൾ വലിച്ച് റോളാക്കി ചുരുട്ടി പാറഗുഹകളിൽ ഒളിപ്പിച്ചു. ക്യാമ്പാണെങ്കിൽ തിന്നാനുള്ളത് നമ്മൾ കയ്യിൽ കരുതണം, അല്ലെങ്കിൽ കമ്പക്കല്ല് മലയിൽ കിടന്ന് പട്ടിണി കിടന്ന് ചാകും, കുഞ്ഞുമോൻ പറഞ്ഞു. കരുണനും ശങ്കറും അവരുടെ പണിയാളുകളും നരേന്ദ്രനോടും ഡാനിയോടും ഒപ്പം കൂടി. 2 മണിക്കൂറിനുള്ളിൽ അവർ മലകൾ താണ്ടി സുരക്ഷിതമായ സ്ഥലത്തെത്തി. അവിടെ നിന്നാൽ റെയ്ഡ് സംഘത്തിൻ്റെ നീക്കങ്ങൾ കാണാമായിരുന്നു. വെട്ടുക്കിളികളെപ്പോലെ റെയ്ഡ് സംഘങ്ങൾ നശിപ്പിച്ച് തീയിട്ട് അടുത്തടുത്ത തോട്ടങ്ങളിലേക്ക് കടക്കുന്നു. എല്ലായിടത്തും പുകയും തീയും. വൈകുന്നേരം റെയ്ഡ് സംഘം താമസത്തിനായി ടെൻറ്റുകൾ കെട്ടുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും തീർച്ചയായി ദിവസങ്ങളോളം നീളുന്ന ക്യാമ്പാണ്. കഞ്ചാവ് കൃഷിത്തോട്ടങ്ങളെല്ലാം ഇത്തവണ വെട്ടിനിരത്തിയ സംഘം മടങ്ങൂ. പകൽ മറഞ്ഞു, രാത്രിയായി. രാത്രിയും കഞ്ചാവ് തോട്ടങ്ങളെല്ലാം തീയാളുന്നത് കാണാമായിരുന്നു. റെയ്ഡ് 4 ദിവസം നീണ്ടു. കടവരിയാറിനപ്പുറം തമിഴ്നാടിൻ്റെ മലനിരകളിൽ ഇരുന്ന് കഞ്ചാവ് കൃഷിക്കാർ തങ്ങളുടെ തോട്ടങ്ങൾ ചുട്ടരിക്കപ്പെടുന്നത് കണ്ടുകൊണ്ട് 4 ദിവസവും കഴിച്ചുകൂട്ടി. കമ്പക്കല്ല് മേഖലയിൽ അത്രയും വ്യാപകവും ആസൂത്രിതവും ദീർഘവുമായ ഒരു കഞ്ചാവ് റെയ്ഡ് മുമ്പെങ്ങും നടന്നിട്ടില്ല. കഞ്ചാവ് കൃഷിക്കാരിൽ പലരും ഭക്ഷണ സാധനങ്ങൾ വല്ല ഗുഹയിലും ഒളിപ്പിച്ചു വെച്ച് പലായനം ചെയ്യുകയായിരുന്നു. വളരെ കുറച്ചു പേർ മാത്രമേ അരിയും സാധനങ്ങളും പാത്രങ്ങളും കരുതിയിരുന്നുള്ളൂ. റെയ്ഡ് സംഘം ഒരു രാത്രി ടെൻറ്റുകൾ കെട്ടി ക്യാമ്പടിച്ചിട്ട് പിറ്റേന്നത്തെ കഞ്ചാവ് വേട്ട കൂടി നടത്തിയ ശേഷം മടങ്ങുമെന്നായിരുന്നു മിക്കവരുടെയും കണക്കുകൂട്ടൽ. അതിനാൽ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമേ ഭൂരിപക്ഷം പേരും കരുതിയിരുന്നുള്ളൂ. റെയ്ഡ് 2-ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴേക്കും പാലായനം ചെയ്ത് സുരക്ഷിത സ്ഥാനങ്ങളിലെത്തിയ കഞ്ചാവ് കർഷകരുടെ കയ്യിലുള്ള ഭക്ഷണത്തിൻ്റെ സ്റ്റോക്ക് മിക്കവാറും തീർന്നു. അരിയും മറ്റും കരുതിയിരുന്നവർ അടുപ്പ് കൂട്ടി കഞ്ഞി വെച്ചുണ്ടാക്കി. ഉള്ളവർ ഇല്ലാത്തവർക്ക് കൂടി പങ്കിട്ടു. 3-ാം ദിവസമായപ്പോഴേക്കും നരേന്ദ്രൻ്റെയും കൂട്ടരുടെയും പക്കലുണ്ടായിരുന്ന സ്റ്റോക്കും തീർന്നു. 3-ാം ദിവസം ഉച്ചയോടെ കുടിവെള്ളം പോലും ആരുടെയും കയ്യിലില്ലാത്ത അവസ്ഥയായി. ചിലന്തിയാറിൽ ചെന്നാലേ എന്തെങ്കിലും വാങ്ങാൻ കിട്ടൂ. റെയ്ഡ് സംഘം തിരിച്ചു പോകാതെ ചിലന്തിയാറിലേക്ക് പോകാനും നിവൃത്തിയില്ല. 200ഓളം വരുന്ന കർഷകർ വിശന്നും ദാഹിച്ചും പാറക്കെട്ടുകളുടെ നിഴൽ പറ്റി തളർന്നിരുന്നു. 3-ാം ദിവസം തന്നെ തങ്ങളുടെ കൃഷിത്തോട്ടത്തിലേക്ക് റെയ്ഡ് സംഘം പ്രവേശിക്കുന്നത് ഇക്കര മലനിരയിലിരുന്ന് നരേന്ദ്രനും കൂട്ടരും കണ്ടു. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവർ അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു. വെട്ടി തകർക്കുകയാവുമാർ, കുഞ്ഞുമോൻ അമർഷത്തോടെ പിറുപിറുത്തു. വെട്ടുന്ന കാഴ്ചയൊന്നും വ്യക്തമായി കാണാൻ പറ്റില്ലായിരുന്നു. വസ്ത്രങ്ങളുടെ നിറം പൊട്ടുപോലെ ചലിക്കുന്നത് മാത്രമേ കാണാനുള്ളൂ. സുതാര്യമായൊരു പുകപടലം നീരാവി പോലെ കമ്പക്കല്ല് മേഖലയെ പൊതിഞ്ഞു കിടന്നു.
ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തങ്ങളുടെ തോട്ടത്തിൽ നിന്ന് പുകപടലങ്ങൾ ഉയരുന്നത് നരേന്ദ്രനും സംഘവും കണ്ടു. ആളി ഉയരുന്ന മഞ്ഞ തീനാളങ്ങളും കാണായി. മിക്ക കൃഷിഭൂമികളിലും തീയെരിയുന്നത് കാണാമായിരുന്നു. ആകാശത്ത് മേഘം പോലെ പുക തങ്ങി നിന്നു. കരിഞ്ഞ കഞ്ചാവിൻ്റെ ഗന്ധം അന്തരീക്ഷവായുവിലെമ്പാടും വ്യാപിച്ചു. ഭക്ഷണവും വെള്ളവുമില്ല. നരേന്ദ്രനും സംഘവും വിശന്നു തളർന്ന് പാറക്കെട്ടിൻ്റെ തണലിൽ കിടന്നു. കുറെ കഴിഞ്ഞപ്പോൾ കുഞ്ഞുമോൻ ആരുടെയെങ്കിലും കയ്യിൽ ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നു. ഒരു ജാറിൽ വെള്ളവുമായി ഉച്ചയോടെ അവൻ തിരിച്ചെത്തി. അതിൽ നിന്ന് ഏതാനും കവിൽ വെള്ളം കുടിച്ച് തൽക്കാലം അവർ വിശപ്പടക്കി. 4-ാം ദിവസം 2 മണിയോടെ റെയ്ഡ് സംഘം തങ്ങൾക്ക് താമസിക്കാനായി കെട്ടിയ ടെൻറ്റുകൾ അഴിച്ചു പാക്ക് ചെയ്തു തുടങ്ങി. 3 മണിയോടെ റെയ്ഡ് സംഘം മടക്കയാത്ര ആരംഭിച്ചു. തളർന്നവശരായിരുന്ന കഞ്ചാവ് കൃഷിക്കാർ അവരവരുടെ തോട്ടങ്ങളിലേക്ക് തിരിച്ചുപോയി തുടങ്ങി. നരേന്ദ്രൻ്റെ സംഘവും 5 മണിയോടെ തങ്ങളുടെ കൃഷിസ്ഥലത്തെത്തി. വിളവെടുക്കാറായി നിന്ന കഞ്ചാവ് തോട്ടത്തിന് പകരം കുറേ ചാമ്പൽക്കൂനകൾ മാത്രമേ അവിടെ ശേഷിച്ചിരുന്നുള്ളൂ. അവിടവിടെ പാതി വെട്ടിയതും വെട്ടാത്തതുമായ ചില കഞ്ചാവ് ചെടികൾ ഒറ്റതിരിഞ്ഞ് നിന്നിരുന്നു. ഇത്തവണത്തെ കഞ്ചാവ് റെയ്ഡിൽ നിന്ന് കരണൻ്റെ തറവാടും ശങ്കറിൻ്റെ സ്വർഗവും രക്ഷപ്പെട്ടില്ല. ബഹുഭൂരിപക്ഷം പേരുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. വെട്ടിയെടുത്ത് സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് ശേഖരങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിരുന്നു. അപൂർവം ചിലരുടെ കഞ്ചാവ് കൃഷി മാത്രം റെയ്ഡ് സംഘത്തിൻ്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു കിട്ടി. ഭക്ഷണപദാർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നിടത്ത് നിന്ന് എടുത്ത് പാകം ചെയ്യുന്ന ജോലിയിൽ എല്ലാവരും വ്യാപൃതരായി. ശങ്കറിനും കരുണനും ഉണ്ടായിരുന്ന ഭക്ഷ്യശേഖരം വീതിക്കപ്പെട്ടു. റെയ്ഡ് സംഘത്തെ തെറിപറഞ്ഞും ശാപവാക്കുകൾ ചൊരിഞ്ഞും മാസങ്ങളായുള്ള കഠിനാധ്വാനം പാഴായതിൽ മനംനൊന്തും വിലപിച്ചും കൃഷിക്കാർ ചെറുസംഘങ്ങളായി ഓരോരുത്തരുടെ കൃഷിയിടങ്ങളിൽ ഒത്തുകൂടി. ചിലർ പിറ്റേ ദിവസം തന്നെ തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനമെടുത്തു. മറ്റു ചിലർ അടുത്ത ദിവസം തന്നെ കൃഷിഭൂമി ഒരുക്കി വീണ്ടും കഞ്ചാവിൻ്റെ അരിവാകി മുളപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. കഠിനമായ നിരാശയും വേദനയും ദുഃഖവും എല്ലാ മുഖങ്ങളിലും പ്രകടമായിരുന്നു. പതിവായി സമ്മേളിക്കാറുള്ള പരന്ന പാറപ്പുറത്ത് നരേന്ദ്രൻ്റെ സംഘവും ഒത്തുകൂടി. സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു. കഞ്ഞി വെച്ച് പയറും വേവിച്ച് തങ്കച്ചൻ പാറപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ ഇരുന്ന് എല്ലാവരും വയറു നിറയെ ഭക്ഷണം കഴിച്ചു. സന്ധ്യാകാശം ചുവന്നു തിളങ്ങിക്കിടന്നു. കഞ്ചാവ് പുക കലർന്ന കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ഡാനി ആരോടൊന്നില്ലാതെ ചോദിച്ചു. എന്തു ചെയ്യാനാ? നാളെ തന്നെ അടുത്ത കൃഷിക്ക് വിത്തിടുക, കുഞ്ഞുമോൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു പോവുക. ഇനി ഈ പരിപാടിക്ക് ഞാനില്ല. തിരിച്ചു പോകുന്നതാ ബുദ്ധി, തങ്കച്ചൻ പറഞ്ഞു. ഒരു കൈ കൂടി നോക്കിയാലോന്നാ കരുണൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാ തോന്നുന്നേ, ശങ്കർ വെളിപ്പെടുത്തി. ഞാൻ എന്തായാലും ഇനി കഞ്ചാവ് കൃഷിക്കില്ല, നരേന്ദ്രൻ തീർത്തു പറഞ്ഞു. പിന്നെ എന്തു ചെയ്യും? ഡാനി ചോദിച്ചു. കരുണന് മാറ്റാൻ അറിയില്ലേ? നരേന്ദ്രൻ അയാളെ നോക്കി. ഓ, ഞാനാ പണിക്കില്ല. പോലീസിൻ്റെ ഇടി മിച്ചം. പോലീസ് ഇടിക്കാതെ നോക്കാൻ ആളുണ്ടെങ്കിലോ? മെനക്കേടാണെന്നേ. അക്കരെ ഇക്കരെ തുഴഞ്ഞു പോകാന്നേ ഉള്ളൂ. കാര്യമായിട്ട് നേട്ടമൊന്നുമില്ല. കാര്യമായിട്ട് മാറ്റാഞ്ഞിട്ടല്ലേ നേട്ടമില്ലാത്തത്? വൻതോതിൽ മാറ്റിയാൽ അത് വിറ്റ് പോകണ്ടേ? വിപണി ഞാൻ കണ്ടുപിടിച്ചോളാം, അത് എനിക്ക് വിട്. എനിക്ക് വേണ്ടത് 1 വാറ്റ് നടത്താനുള്ള രഹസ്യ താവളം. മഷിയിട്ട് നോക്കിയ ഒരുത്തനെ കണ്ടുപിടിക്കരുത്. 2 വാറ്റിയ സാധനം സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കാനും സൂക്ഷിക്കാനുമുള്ള സൗകര്യം. 3 എതിരാളികളെ അടിച്ച് നിലംപരിച്ചാക്കാനുള്ള ആൾബലം. വാഷുണ്ടാക്കാനും മാറ്റാനും കരുണൻ അറിയാമല്ലോ അല്ലേ? അതായത് സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്, വിപണിയുണ്ട്. ബാക്കി സംഘടിപ്പിച്ചാൽ മതി. പിന്നെ ഇക്കൂട്ടത്തിൽ എത്ര പേർ സഹകരിക്കുമെന്നറിയണം. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഡാനിക്ക് അക്കാര്യത്തിൽ രണ്ടാമതൊന്നും ആലോചിക്കാനില്ല. ഞാനും കൂടാം. ശങ്കറും റെഡി. നരേന്ദ്രൻ കുഞ്ഞുമോനെ നോക്കി. അയാൾ ഒരു തീരുമാനത്തിൽ എത്താനാവാതെ തല ചൊറിഞ്ഞുകൊണ്ടിരുന്നു. നീ കൂടുന്നോ കുഞ്ഞുമോനെ? ഞാനും കൂടിയേക്കാല്ലേ. തങ്കച്ചനോ? ഞാൻ എൻ്റെ വീട്ടിൽ പോകുക. മനസമാധാനമില്ലാത്ത ഒരു പരിപാടിക്ക് ഞാനില്ല. കഞ്ചാവ് കൃഷി മനസമാധാനമുള്ളതായിരുന്നോ? പേടിക്കാതെ കിടന്നുറങ്ങാമല്ലോ, അതാ എൻ്റെ മനസമാധാനം. നീ ഉറങ്ങുമ്പോൾ ഞങ്ങൾ കാവലിരുന്നാൽ പോരെ? എൻ്റെ നരേന്ദ്ര, മൂന്നാർ ദേവികുളം റേഞ്ച് മുഴുവൻ മഹാദേവൻ തമ്പിയുടെ സാമ്രാജ്യമാ. വാറ്റുചാരായത്തിൻ്റെ മൊത്ത കച്ചവടവും ചില്ലറ കച്ചവടവും അയാളാ. അയാൾ ആനയാണെങ്കിൽ നമ്മൾ വെറും ഉറുമ്പ. അയാളോട് വെല്ലുവിളിച്ച് വേണം നമ്മൾ വാറ്റുചാരായം വിൽക്കാൻ. അയാൾ നമ്മളെ തവിട് പൊടിയാക്കി കളയും. മഹാദേവൻ തമ്പി എൻ്റെ മുമ്പിലെ ആനയെന്നുള്ളതാ ഏറ്റവും വലിയ പ്രചോദനം. അയാളുടെ സാമ്രാജ്യമായി എനിക്ക് വേണ്ടത്. അയാളെയാണ് എനിക്ക് വെല്ലുവിളിക്കേണ്ടത്. അയാൾ നമ്മളെയല്ല, നമ്മൾ അയാളെയാണ് തവിട് പൊടിയാക്കേണ്ടത്. നമ്മൾ ഒന്നിച്ച് നിന്നാൽ അത് സാധിക്കും. ഞാനില്ല അപ്പനെ. നിങ്ങൾ ഏത് കുരുക്കിൽ ചെന്ന് പെട്ടാലും എൻ്റെ പേര് ആരോടും പറഞ്ഞേക്കല്ലേ. നീ പിന്നെ എന്നാ ചെയ്യാനാ? കുഞ്ഞുമോൻ ചോദിച്ചു. നാളെ ഇവിടെ കഞ്ചാവിൻ്റെ അരിവാകി അടുത്ത കൃഷി തുടങ്ങണോ? ഞാനുണ്ട്. അവനെ വിട്ടിട്ട് ബാക്കിയുള്ളവരെ പിടി, ശങ്കർ പറഞ്ഞു. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, കരുണൻ പറഞ്ഞു. തമ്പി മുതലാളിയുടെ കയ്യിലാ പോലീസും ഗുണ്ടാപ്പടയും. രണ്ടും ഒന്ന് തന്നെ. അയാൾ നമ്മളെ കശക്കി കളയാൻ വേണ്ടിയിട്ട് രണ്ടും നല്ലതുപോലെ ഉപയോഗിക്കും.
നമ്മൾ തെരുവ് യുദ്ധത്തിനില്ല കരുണ, നരേന്ദ്രൻ പറഞ്ഞു. ദ്രോഹിക്കണവരെ നമ്മൾ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കും. അത് പോലീസായാലും ഗുണ്ടയായാലും. പിന്നെ അവൻ നമുക്കെതിരെ ചെറുവിരൽ അനക്കാൻ ധൈര്യപ്പെടാത്ത പോലെ. എസ് ഐ രാജശേഖരന് നമ്മൾ കൊടുത്തത് ആ മരുന്നിൻ്റെ ചെറിയ ഡോസാ. അതിൻ്റെ വലിയ ഡോസായിരിക്കും ഇനി നമ്മൾ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് കരുതി വെക്കുന്നത്. വാറ്റാനുള്ള രഹസ്യതാവളം ഞാൻ കാട്ടിത്തരാം. ഞങ്ങളൊരിക്കൽ ചെയ്ത പണിയാണല്ലോ അത്. അതല്ല നരേന്ദ്ര പ്രശ്നം. സ്ഥലം മാത്രം പോരാ, ചരക്ക് നീക്കാനുള്ള ഗതാഗത സൗകര്യം. വിപുലമായിട്ട് വാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉപകരണങ്ങൾ, വാഷുണ്ടാക്കാനുള്ള സാധന സാമഗ്രികൾ, കാട്ടിനുള്ളിൽ എത്തിക്കാനുള്ള സൗകര്യം, മാറ്റിയ ചാരായം കാട്ടിൽ നിന്ന് റോഡിൽ എത്തിക്കാനുള്ള സൗകര്യം. ഇതെല്ലാം നമ്മൾ സംഘടിപ്പിക്കണ്ടേ? കരുണൻ ചോദിച്ചു. അതുമാത്രം പോരാ, നമുക്ക് ശക്തമായ ഒരു പിൻബലം വേണം. നമുക്ക് വേണ്ടി പുറത്തുനിന്ന് പ്രവർത്തിക്കാൻ ശക്തനായ ഒരാൾ. നമ്മളെ ആരെയെങ്കിലും പോലീസ് പിടിച്ചെന്നിരിക്കട്ടെ, ജാമ്യം നിൽക്കാനും ഇറക്കാനും പറ്റിയ ആൾ വേണം. ഡാനി പറഞ്ഞു. അത് വേണം. നരേന്ദ്രനും അത് ശരിവെച്ചു. പക്ഷേ ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മളിതിന് തയ്യാറാണോ? ഇക്കൂട്ടത്തിൽ എത്ര പേര് സഹകരിക്കുമെന്നാണ്. തങ്കച്ചനൊഴികെ എല്ലാവരും സഹകരിക്കും, കരുണൻ പറഞ്ഞു. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മതി, നരേന്ദ്രൻ പറഞ്ഞു. രാത്രി ഏറെ നേരം അവർ പുതിയ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചും ചർച്ച ചെയ്തും ആ പാറക്കെട്ടിന് മീതെ തന്നെ ഇരുന്നു. മതികെട്ടാൻ മലയ്ക്കും KRV എസ്റ്റേറ്റിനിടയ്ക്കുള്ള നിബിഡമായ വനഭൂമി. മുൻഭാഗത്തും പിൻഭാഗത്തും കിഴക്കാന്തൂക്കായ മരംകെട്ടുകൾ. വലതുഭാഗത്ത് തോണ്ടിമല, ഇടതുഭാഗത്ത് KRV എസ്റ്റേറ്റ്. രണ്ട് പടുകൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിൽ വള്ളിക്കെട്ടുകൾ പടർന്നതിന് കീഴിലൂടെ നീണ്ട ഇടനാഴി പോലെ ഇടുങ്ങിയ വഴിത്താര. കാട്ടുമൃഗങ്ങൾ സഞ്ചരിക്കുന്ന താരയാണ്. അതിനങ്ങേയറ്റത്ത് പറ്റെ വെട്ടിയരിഞ്ഞു മാറ്റിയതുപോലെ കിഴക്കാന്തൂക്കായ പാറക്കെട്ടിൻ്റെ അഗ്രഭാഗം. 4000-ഓ 5000-ഓ അടി താഴെ മഞ്ഞയും ചാരനിറവും കലർന്ന തമിഴ്നാടിൻ്റെ വിശാല സമതലം. അവയ്ക്ക് പച്ച ബോർഡർ പിടിപ്പിച്ചതുപോലെ മരംകെട്ടിന് താഴെ ദുർഗമമായ കാട്. നരേന്ദ്രൻ നിന്നിരുന്ന പാറവിളമ്പിന് ഏതാണ്ട് 20 അടി താഴെ ചെറിയ മുറ്റം പോലെ ഒരു പാറപ്പരപ്പ് കാണാമായിരുന്നു. താഴോട്ട് വടം കെട്ടി ഇറങ്ങണം. നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ അടിഭാഗം ഒരു വലിയ ഗുഹയാ, കരുണൻ പറഞ്ഞു. ഇവിടെയാണോ നിങ്ങൾ വാറ്റിയിരുന്നത്? തോണ്ടിമലയായിരുന്നു ഞങ്ങളുടെ വാറ്റുകേന്ദ്രം. ഇവിടെ ഒരിക്കൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി വന്നിട്ടുണ്ട്. വൻതോതിൽ കള്ളവാറ്റ് നടത്താൻ ഞങ്ങൾ കണ്ടുവച്ച സ്ഥലമാണ്. പക്ഷേ അത് നടന്നില്ല. ഈ സ്ഥലത്തിന് എന്തു പേര് പറയും? വനമല്ലേ, പലരും പല പേരാ പറയുന്നേ. കരിമ്പാല വെട്ടിയെന്നോ മറ്റോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആകെ മൊത്തത്തിലൊരു പേരുള്ളത് മതികെട്ടാൻ മല എന്നത് തന്നെയാണ്. ഇവിടെ എങ്ങനെ വെള്ളം കിട്ടും? മലമുകളിൽ നീർച്ചാലുണ്ട്, അവിടെ നിന്ന് ഓസിട്ട് കൊണ്ടുവരണം. കരുണനും നരേന്ദ്രനും ഡാനിയും കുഞ്ഞുമോനും കൂടി സ്ഥലത്തിൻ്റെ കിടപ്പും വെള്ളം കിട്ടാനുള്ള സൗകര്യവും നോക്കി ആ പ്രദേശം ആകെ ചുറ്റി സഞ്ചരിച്ചു. കാട്ടാനയുടെ ശല്യമുണ്ട്, അതാ ഒരു പ്രശ്നം, കരുണൻ പറഞ്ഞു. വാറ്റിയെടുക്കുന്ന ചാരായം എങ്ങനെ താഴെ റോഡിലെത്തിക്കും? 4-5 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റവും ഇറക്കവുമാണല്ലോ. താഴോട്ട് ഓസ് വലിക്കണം. വേട്ടക്കാരും വിറകുവെട്ടുകാരും വല്ലപ്പോഴും ഇതുവഴി വരാറുണ്ട്. അതുകൊണ്ട് അവരുടെ കണ്ണിൽപ്പെടാതെ മണ്ണിനടിയിൽ കൂടി വേണം ഓസിടാൻ. പകൽ മുഴുവൻ അവർ തങ്ങളുടെ പദ്ധതി എങ്ങനെ നടപ്പാക്കാം എന്നതിൻ്റെ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് ആ വനഭൂമിയിൽ തന്നെ കഴിഞ്ഞു. വൈകുന്നേരമായപ്പോൾ അവർ മലയിറങ്ങാൻ തുടങ്ങി. ഇതുപോലത്തെ 2 വാറ്റുകേന്ദ്രങ്ങളാ തമ്പി മുതലാളിക്കുള്ളത്, കരുണൻ പറഞ്ഞു. ഒരെണ്ണം സൂര്യനെല്ലിക്കാട്ടിൽ എവിടെയോ ആണ്, മറ്റൊരെണ്ണം ബോഡിമെട്ടിലും. ബോഡിമെട്ടിലേത് ഡിസ്റ്റിലറിയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് രണ്ടും തകർക്കണം. പതുക്കെ മതി, നരേന്ദ്രൻ ആലോചനയോടെ പറഞ്ഞു. ശാന്തമ്മാറ ശശിയുടെ വക മതികെട്ടാനിലുള്ള ഏലത്തോട്ടത്തിലെ ആസ്പെറ്റോസ് മേഞ്ഞ കെട്ടിടത്തിൽ വെച്ചായിരുന്നു കൂടിയാലോചന. തൻ്റെ കഞ്ചാവ് തോട്ടം വെട്ടിപ്പോയതിൽ നിരാശനായിരുന്നു ശശി. വീണ്ടും ഒരു കൃഷിക്ക് പണം മുടക്കാൻ അയാൾക്ക് തീർത്തും താല്പര്യമുണ്ടായിരുന്നില്ല. 3 വർഷം തുടർച്ചയായി ഞാൻ കൃഷി ചെയ്തു. 3 തവണയും വെട്ടിപ്പോയി. 1 ലക്ഷം രൂപയോളം വെള്ളത്തിലായത്, ശശി പറഞ്ഞു. തേക്കുപലക കൊണ്ട് തീർത്ത വലിയ മേശയ്ക്ക് ചുറ്റും നരേന്ദ്രനും കരുണനും ഡാനിയും കുഞ്ഞുമോനും ഇരിപ്പുണ്ട്. മേശപ്പുറത്ത് ബ്രാൻഡിക്കുപ്പി, മദ്യം ഒഴിച്ചു വെച്ച ഗ്ലാസുകൾ, നിലക്കടല വറുത്തതും ചിപ്സും, സ്റ്റീൽ തെളിവുകൾ. ഞങ്ങളുടെ പദ്ധതി ഞങ്ങൾ പറഞ്ഞല്ലോ. പിന്നിൽ നിന്ന് ആരും അറിയാതെ സഹായിച്ചാൽ മതി. ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകാം. ശശിയേട്ടൻ ഒന്നും അറിയണ്ട. ഇതിൻ്റെ മുഴുവൻ റിസ്ക്കും ഞങ്ങൾ ഏറ്റെടുക്കുന്നു. വാറ്റുന്നതും വിൽക്കുന്നതും ഉൾപ്പെടെ 100-ന് 10 കമ്മീഷൻ. പോലീസ് കേസ് വന്നാൽ സഹായിക്കണം. സാധനങ്ങൾ ഈ മലമുകളിൽ എത്തിച്ചു തരണം. ഇവിടെ ശശിയേട്ടന് തോട്ടമുള്ളത് സൗകര്യമായി. ആരും സംശയിക്കില്ല, നരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് പണം ആദ്യമേ ശശിയേട്ടൻ മുടക്കണം. കാട്ടിൽ കൂടി പൈപ്പിടാനാ പരിപാടി. പക്ഷേ കാട് തീരുന്നിടം മുതൽ ഞണ്ടാറ് വരെ ചാഞ്ഞു കിടക്കുന്ന കുറച്ച് ഭൂമിയുണ്ട്. അന്വേഷിച്ചപ്പോൾ കൊടുക്കുമെന്നറിഞ്ഞു. വേത്തൊട്ടിക്കപ്പുറത്താ ഞങ്ങളീ പറഞ്ഞ സ്ഥലം. 300 ഏക്കർ വരും. പട്ടയമില്ലാത്തതുകൊണ്ട് 1.5 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടിയേക്കും. അത് വാങ്ങിച്ച് ഞണ്ടാറിൻ്റെ കരയ്ക്ക് ഇതുപോലൊരു ഷെഡും പണിതിട്ടാൽ കാര്യങ്ങൾ എളുപ്പമായി. ഞണ്ടാറ്റിലെ കയത്തിൽ വന്ന് കിടക്കും പൈപ്പിനറ്റം. രാത്രി നേരത്ത് അത് പൊക്കി വെച്ച് ടാപ്പ് തുറന്നാൽ മതി.
കരിമ്പാല വെട്ടിന്ന് ഒഴുക്കിവിടുന്ന വാറ്റുചാരായം കന്നാസി വന്ന് വീഴും. ആർക്കും ഒരു സംശയം തോന്നില്ല. ശാന്തമ്പാറ ശശി കണ്ണുകൾ അടച്ചു പിടിച്ച് നെറ്റി തിരുമ്മിക്കൊണ്ട് വളരെ നേരം ചിന്താധീരനായിരുന്നു. അയാളുടെ തലയ്ക്കകത്ത് ലാഭനഷ്ടക്കണക്കുകളുടെ കൂട്ടലും കിഴിക്കലും നടക്കുകയാണെന്ന് നരേന്ദ്രന് മനസ്സിലായി. ഒടുക്കം ശശി ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി. ശരി, പക്ഷേ മുടക്കുന്ന പണം ആദ്യമേ ഞാനിങ്ങ് വലിക്കും. നഷ്ടം വന്നാൽ നിങ്ങൾ സഹിച്ചോളണം. ഇടയ്ക്ക് നിർത്തിപ്പോയാൽ എൻ്റെ മുടക്കുകാശിന് മുതലാകുന്നത് വരെ തോട്ടത്തിൽ പണിയെടുപ്പിക്കും ഞാൻ. എന്താ സമ്മതമാണോ? ശശി നരേന്ദ്രനെയും കൂട്ടരെയും നോക്കി. ചെങ്കുത്തായ മതികെട്ടാൻ മലഞ്ചെരുവിലൂടെ വളഞ്ഞു പുളഞ്ഞു കയറിപ്പോകുന്ന കാട്ടുപാതയിൽ ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകളിൽ നിന്നുള്ള വെളിച്ചമേറ്റ് കാട്ടുമുയലുകൾ കണ്ണഞ്ചി നിന്നു. പിന്നെ റോഡിന് ഇരുപുറവുമുള്ള കുറ്റിക്കാടുകളിലേക്ക് ചാടി മറിഞ്ഞു. കല്ലും കാനയും കുഴിയും നിറഞ്ഞ പാതയിലൂടെ ജീപ്പ് വലിഞ്ഞിഴഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞും ആടിക്കുലുങ്ങി ഇരുമ്പിക്കയറി പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ വണ്ടി ശാന്തമ്പാറ ശശിയുടെ ഏലത്തോട്ടത്തിലെ ആസ്പെറ്റോസ് ഷെഡിൻ്റെ പിന്നിൽ വന്നു നിന്നു. ലൈറ്റുകൾ അണഞ്ഞു. പിന്നെ അനക്കമൊന്നുമില്ല. കുറേ നേരം കഴിഞ്ഞ് ഒരിടത്തു നിന്നും ഒച്ചയനക്കങ്ങളില്ലെന്ന് ഉറപ്പായ ശേഷം ജീപ്പ് ഡ്രൈവറും കരുണനും ഇറങ്ങി. ഇരുട്ടിൽ അമർന്നു കിടന്ന വീടിൻ്റെ പിൻവാതിൽ തുറക്കപ്പെട്ടു. ഡാനിയും കുഞ്ഞുമോനും നരേന്ദ്രൻ്റെ ശങ്കറും പുറത്തേക്ക് വന്നു. എത്രയും വേഗം ചുമന്നു മാറ്റണം, കരുണൻ നിർദ്ദേശിച്ചു. ജീപ്പിൽ നിന്ന് സാധനങ്ങൾ വേഗം ഇറക്കി. ജീപ്പ് അപ്പോൾ തന്നെ ശാന്തമ്പാറയ്ക്ക് മടങ്ങി. കുഞ്ഞുമോനും ശങ്കറും നരേന്ദ്രനും ഡാനിയും കരുണനും കൂടി വലിയ ഓരോ ചാക്കുകെട്ടുകൾ ചുമരിലേറ്റി. കാട്ടിലൂടെ 2 കിലോമീറ്ററോളം നടക്കണം. ശാന്തമ്പാറ ശശിയുടെ വളപ്പുരയിൽ നിന്നും കരിമ്പാലവെട്ടി വരെയുള്ള ദൂരം ചെറിയൊരു ഇറക്കമാണ്. 3/4 മണിക്കൂർ നേരത്തെ നടത്തം. പാറയിടുക്കുകൾക്കിടയിലെ ഇടനാഴിയിൽ അവർ ചാക്കുകെട്ടുകൾ താഴ്ത്തി. പാറപ്പരമ്പിന് മീതെ നിന്ന് താഴേക്ക് കയർകോവിണി തൂക്കിയിട്ട് അതിലൂടെയാണ് ഗുഹാമുഖത്തേക്ക് ഇറങ്ങുന്നത്. നരേന്ദ്രൻ ആദ്യമേ ഇറങ്ങി. മറ്റുള്ളവർ ചാക്കുകെട്ടുകൾ വടത്തിൽ കെട്ടി താഴേക്ക് ഇറക്കി കൊടുത്തു. സാധനങ്ങൾ ഇറക്കിയ ശേഷം ഓരോരുത്തരായി താഴെ ഇറങ്ങി. ഗുഹയുടെ ഉൾഭാഗം നിരപ്പുള്ളതായിരുന്നില്ല. വൃക്ഷങ്ങളുടെ വേരുകൾ പാറകൾക്കിടയിലൂടെ ചുറ്റി വരഞ്ഞ് താഴേക്ക് ഇറങ്ങിയിരുന്നു. തട്ടുതട്ടുകളായുള്ള ചെറിയ പാറപ്പരപ്പുകൾ. അവിടെ പല തട്ടുകളിലായാണ് ചാരായം മാറ്റാനുള്ള കോട കലക്കി വെച്ചിരിക്കുന്നത്. തമ്മിൽ ഇടുങ്ങിച്ചേരുന്ന പാറച്ചൂരുകളിൽ ഒരെണ്ണം പൊട്ടിച്ചു മാറ്റിയാൽ അതിനപ്പുറം ഗുഹാന്തരം കുറേയധികം വിശാലമാണെന്ന് കണ്ട് പാറ പൊട്ടിക്കുന്നതിനുള്ള പണികൾ അവർ തുടങ്ങി വെച്ചിരുന്നു. മലമുകളിലെ നീർച്ചാലിയിൽ നിന്ന് ഹോസ് പൈപ്പിലൂടെ ഗുഹയിലേക്ക് വെള്ളം എത്തിക്കുന്ന പണി മാത്രമേ ഇതുവരെ പൂർത്തിയാക്കിയിരുന്നുള്ളൂ. ഞണ്ടാറിലേക്ക് ചാരായം ഒഴുക്കാനുള്ള പൈപ്പിൻ്റെ ചിലവേറിയതുകൊണ്ട് തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചു. വാറ്റിയെടുക്കുന്ന ചാരായം മതികെട്ടാലിൽ നിന്ന് തലച്ചുമടായിട്ടാണ് താഴെ ഞണ്ടാറിലെത്തിക്കുക. ഞണ്ടാറിനോട് ചേർന്ന് ഇഞ്ചി കൃഷിക്കായി കുറച്ച് സ്ഥലം പാട്ടത്തിനെടുത്ത് ഒരു പണിപ്പുര കെട്ടിയുണ്ടാക്കി. ശാന്തമ്പാറ ശശിയുടെ സഹായമായിരുന്നു അത്. സ്ഥലം വിലയ്ക്ക് വാങ്ങി ഷെഡുണ്ടാക്കി. ചാരായം സൂക്ഷിക്കാനുള്ള ഗോഡൗൺ ഉണ്ടാക്കുന്നത് കുറച്ചധികം മുതൽ മുടക്കുള്ള പണിയായതിനാൽ അത് പിന്നത്തേക്ക് മാറ്റി. പദ്ധതിയുടെ വിജയത്തെക്കുറിച്ച് ശാന്തമ്പാറ ശശിക്ക് വിശ്വാസം പോരാത്തതിനാൽ അയാൾ പിശുക്കിയാണ് പണം ഇറക്കിയത്. ബിസിനസ് എത്രമാത്രം മുമ്പോട്ട് പോകും എന്ന് കണ്ടിട്ടേ പദ്ധതി ബാക്കിക്കു പണം ഇറക്കൂ എന്നയാൾ ശഠിച്ചു. പക്ഷേ നരേന്ദ്രൻ്റെ ഇച്ഛാശക്തിയെ തോൽപ്പിക്കാൻ ഒരു പ്രതിബന്ധത്തിനും കഴിയുമായിരുന്നില്ല. ഗുഹയിൽ പരിമിതമായ സൗകര്യങ്ങളേയുള്ളൂ. ഗുഹയുടെ ചില ഭാഗങ്ങളിൽ എഴുന്നേറ്റ് നിന്നാൽ തലയിടിക്കും. ചില ഭാഗങ്ങൾ കൂർത്തതാണ്. മേൽത്തട്ടിലെ പാറയടുക്കുകളിൽ പലയിടത്തും താഴോട്ടുന്തിയും കൂർത്തും തടസ്സം പോലെ നിന്നു. നരേന്ദ്രൻ്റെ സംഘവും ഇരുമ്പ് കൂട് ഉപയോഗിച്ച് കൂർത്തു നിന്ന പാറയിടുക്കുകൾ തട്ടിക്കളഞ്ഞു. പല തട്ടുകളായി പാതാളത്തിലേക്ക് എന്നവണ്ണം ഇറങ്ങിപ്പോകുന്ന ഗുഹാന്തരനാളം കല്ലുകൾ നിരപ്പുള്ളതാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടായിരുന്നു. വാറ്റാനുള്ള അടുപ്പ് ഗുഹാമുഖത്തിനടുത്തായി തന്നെ സ്ഥാപിച്ചു. കാട്ടിൽ നിന്ന് വിറക് വെട്ടി വടക്കിൽ കെട്ടിയിറക്കണമായിരുന്നു. വാറ്റുന്ന പ്രക്രിയ രാത്രികളിൽ മാത്രമേ നടന്നിരുന്നുള്ളൂ. പകൽ വാറ്റിയാൽ ഗുഹയിൽ നിന്ന് പൊങ്ങുന്ന പുക കാട്ടിലേക്ക് വ്യാപിച്ച് ആളുകൾക്ക് സംശയമുണ്ടാക്കിയെങ്കിലോ എന്നവർ ഭയപ്പെട്ടിരുന്നതാണ് കാരണം. ഗ്യാസ് വിളക്കുകളാണ് വെളിച്ചം കാണാൻ ഗുഹയിൽ ഉപയോഗിച്ചിരുന്നത്. ഭിത്തി പോലെ നിൽക്കുന്ന പാറ പൊട്ടിച്ചു മാറ്റി ഗുഹാതലത്തിൻ്റെ വിശാലത വർദ്ധിപ്പിക്കണമെന്ന് നരേന്ദ്രൻ ആദ്യം തന്നെ തീരുമാനമെടുത്തു. അവൻ കൂടെ കൂട്ടുകാരോട് പറയും, ചാരായ വാറ്റ് കേന്ദ്രം മാത്രമല്ല, ഇവിടെ ഒരു ഡിസ്റ്റിലറി തന്നെ നമുക്ക് കാലക്രമേണ ഉണ്ടാക്കണം. ശാന്തമ്പാറയിലാണ് അവർ വാറ്റിയ ചാരായം ആദ്യത്തെ കുപ്പി വിറ്റത്. ശശി ശാന്തമ്പാറയിലെ വിതരണം സ്വമേധയാ ഏറ്റെടുക്കുകയായിരുന്നു. ശശിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് ശാന്തമ്പാറ. തൻ്റെ ജോലിക്കാർക്ക് തന്നെ ശശി ആദ്യം സാധനം വിറ്റു. അതിനുവേണ്ടി തൻ്റെ വിശ്വസ്തനും പണികളുടെ മേൽനോട്ടക്കാരനുമായ എൽദോസ് എന്നയാളെയാണ് ശശി ഏർപ്പാടാക്കിയത്. ശാന്തമ്പാറയിൽ മഹാദേവൻ തമ്പിയുടെ ചാരായം വിൽക്കുന്ന ഏജന്റ് ആരാണെന്ന് ശശി തന്നെ അന്വേഷിച്ചറിഞ്ഞു. പേത്തട്ടി സ്വദേശി രാമൻകുട്ടിയായിരുന്നു അത്. അയാൾ വിൽക്കുന്നതിനേക്കാൾ ലിറ്ററിന് 10 രൂപ വില കുറച്ച് സാധനം വിൽക്കാനായിരുന്നു തീരുമാനം. പാമ്പ് യോഹന്നാൻ ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് നരേന്ദ്രൻ്റെ വരവ്. ക്ഷമയോടെ വാതിൽ തുറന്നു കൊടുക്കുകയല്ലാതെ യോഹന്നാന് ഗദ്യതരമില്ലായിരുന്നു.
അകത്തേക്ക് കയറിയിരുന്നിട്ട് നരേന്ദ്രൻ പറഞ്ഞു, ഞാൻ കഞ്ചാവ് കൃഷി നിർത്തി. ഇത് പറയാനാണോ ഈ പാതിരാക്കി ഇങ്ങോട്ട് വന്നേ? അതെ, കഞ്ചാവെല്ലാം വെട്ടിപ്പോയി യോഹന്നാൻ ചേട്ടാ. അത് കാരണം ഞാൻ പുതിയ കൃഷി തുടങ്ങി. അതെന്ത് കൃഷി? കള്ളവാറ്റ്. എവിടെ? അത് പരമരഹസ്യം. തമ്പി മുതലാളി അറിഞ്ഞാൽ നിന്റെ കാര്യം പോക്കായി. തമ്പി അറിയണം ചേട്ടാ, അറിയിക്കാനും കൂടി വേണ്ടിയാ. തമ്പി മുതലാളിയുടെ ആൾക്കാരില്ലാത്ത ഒരു സ്ഥലവും ഈ ഹൈറേഞ്ചിലില്ല. നീ എവിടെ ഒളിച്ചിരുന്ന് മാറ്റിയാലും തലയിലെ പേനിനെ ചീക്കി പിടിക്കുന്നത് പോലെ നിന്നെ അയാൾ അരിച്ചെടുത്ത് നഖത്തിനിടയിൽ വെച്ച് ഞെരിച്ചു കളയും. ആയിക്കോട്ടെ, ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. മഹാദേവൻ തമ്പിക്ക് എവിടെയൊക്കെയാണ് വാറ്റുചാരായം വിൽപ്പനയുടെ ഏജൻ്റ് ഉള്ളതെന്നും അവർ ആരൊക്കെയാണെന്നുമുള്ളതിൻ്റെ ഒരു ലിസ്റ്റും റിപ്പോർട്ടും എനിക്ക് തയ്യാറാക്കി തരണം. നീ എന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ലേ? ഇല്ല, എനിക്ക് ഭാര്യയും 3 മക്കളുമുണ്ട്. അവരെ നമുക്ക് വഴിയാധാരമാക്കണം ചേട്ടാ. ഞാൻ ഏറ്റു. അവർ റോഡിലിറങ്ങി തെണ്ടുന്നത് കണ്ടാൽ പോരെ? നരേന്ദ്ര, നിനക്ക് കളിത്തമാശ. നീ പൂച്ചയുടെ സ്ഥാനത്താ, ഞാൻ പാവം എലി. പൂച്ചയുടെ സ്ഥാനത്ത് ഞാനല്ല, മഹാദേവൻ തമ്പി. നമുക്ക് ആ സ്ഥാനം പിടിച്ചെടുക്കണം. എന്നിട്ട് അയാൾ എലിപ്പത്തായത്തിൽ കൊടുക്കണം. നരേന്ദ്ര, ചിലന്തിവല പോലെ അയാളുടെ വാറ്റുചാരായ ബിസിനസ്. അതിനെതിരെ വേറൊരു ചിലന്തിവല കെട്ടാൻ പറ്റില്ല. അയാൾ സമ്മതിക്കുകയല്ല. 8-10 വർഷമായിട്ട് അയാൾ കൈപ്പിടിയിൽ ഒതുക്കി വച്ചിരിക്കുന്ന ബിസിനസ്സാണ്. അതിനിടയ്ക്ക് ഏതെങ്കിലും പാവപ്പെട്ടവൻ 5 ലിറ്റർ തികച്ചു വാറ്റിയിട്ടുണ്ടോ അയാൾ അവനെ പൊക്കിയിട്ടുമുണ്ട്. ചേട്ടാ, വേറൊരു വല കെട്ടാനൊന്നും ഞാനില്ല. തമ്പി കെട്ടിയ വലയെ കൂടി വേറൊരു ചിലന്തി കയറി ചെല്ലുകയാണെന്ന് കരുതിക്കോ. അയാളുടെ വലക്കണ്ണികൾ എവിടെയെല്ലാം വ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തന്നാൽ മതി. നിനക്കറിയാമല്ലോ, നീ കുറേ കാലം തമ്പിയുടെ ചാരായ വിതരണം നടത്തിയതല്ലേ. എന്നാലും ചേട്ടനാ ശരിക്കും അറിയാവുന്നേ. ചേട്ടനറിയാവുന്ന പോലെ ധർമ്മരാജന് പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ പിരിഞ്ഞു പോന്നിട്ട് വർഷം 5 കഴിഞ്ഞു. ഇപ്പോൾ ആരൊക്കെയുണ്ട്, ആരൊക്കെ വിട്ടിട്ട് പോയി എന്നൊന്നും എനിക്കറിയത്തില്ല. അന്വേഷിച്ചറിയണം. ചേട്ടനാണ് എൻ്റെ ഗുരുവും വഴികാട്ടിയുമെല്ലാം. ചേട്ടനെ ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയാക്കും. തമ്പി മുതലാളിക്ക് ധർമ്മരാജൻ ആരാണോ അതുപോലിരിക്കും എനിക്ക് യോഹന്നാൻ ചേട്ടൻ. നരേന്ദ്ര, ദൈവത്തെ ഓർത്ത് എന്നെ വിട്. ഞാൻ വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. അങ്ങനെ ജീവിക്കാൻ പറ്റില്ലെന്നേ. ഒന്നുകിൽ നരേന്ദ്രനോടൊത്ത് സഹകരിക്കുക, അല്ലെങ്കിൽ നരേന്ദ്രൻ്റെ ശത്രുവാകുക. ഈ 2 വഴിയേ ഉള്ളൂ ചേട്ടൻ്റെ മുമ്പിൽ. ഇപ്പോഴത്തെ അവസ്ഥയിൽ തമ്പിയുടെ ശത്രുവാകുന്നതിനേക്കാൾ ഭീകരമായിരിക്കും എൻ്റെ ശത്രുവാകുന്നത്. കാരണം എനിക്കിപ്പോൾ ആരോടും ഭയമില്ല. എൻ്റെ മനസ്സിൽ നീതി ന്യായവും ഇല്ല. മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്തും ഞാൻ വെട്ടിമാറ്റും. അത് മരമായാലും ശരി, മനുഷ്യനായാലും ശരി. യോഹന്നാൻ ഭീതിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. ജയിലിൽ നിന്നിറങ്ങി വന്നപ്പോഴത്തെ രൂപമല്ല. കാറ്റും വെയിലുമേറ്റ് ഇരുണ്ടുപോയ ഉറച്ച മുഖം, കണ്ണുകളിൽ ക്രൗര്യം, തുടുത്തിരുന്ന കവിൾത്തടങ്ങളിൽ ചലിക്കുന്ന മാംസപേശികൾ. ഒരാഴ്ച സമയം ഞാൻ തരാം. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യണം. കല്ലാറുകുട്ടിയിൽ പോയി കുറച്ച് പണം മറ്റവരെ ഏൽപ്പിച്ചിട്ട് പോരണം. രൂപ ഇപ്പം തന്നെ തന്നേക്കാം. അവൻ പണം എണ്ണി യോഹന്നാനെ ഏൽപ്പിച്ചു. പോയിട്ട് വരട്ടെ, ചേട്ടൻ പേടിക്കണ്ട. എൻ്റെ കൂടെ നിന്നാൽ ചേട്ടൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷ ഞാൻ ഏറ്റെടുക്കും. നരേന്ദ്രൻ വന്ന പോലെ തന്നെ തിരിച്ചുപോയി. വെള്ളികുളം എസ്റ്റേറ്റ് ബംഗ്ലാവിലെ വിശാലമായ ഹാളിലൂടെ മഹാദേവൻ തമ്പി അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ധർമ്മരാജൻ ആജ്ഞയ്ക്ക് കാതോർത്തിട്ടെന്ന വണ്ണം മാറിൽ കൈയും കെട്ടി നിന്നു. തൊട്ടിപ്പുറത്ത് പിറകിൽ കൈകോർത്ത് രാമൻകുട്ടിയും നിൽപ്പുണ്ടായിരുന്നു. എൽദോ അല്ലേ? തമ്പി ധർമ്മരാജനോട് ചോദിച്ചു. അതായത് ശാന്തമ്പാറ ശശിയുടെ. ശശിയുമായിട്ട് ഈ ബിസിനസ്സിന് ബന്ധമുണ്ടോയെന്ന് അറിയാൻ വയ്യ, ധർമ്മരാജൻ പറഞ്ഞു. ശശി കഞ്ചാവ് കൃഷിക്കാരനല്ലേ? തമ്പി ചോദിച്ചു. അതെ. എനിക്കെതിരെ കളിക്കാനുള്ള ധൈര്യം ശശിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അത്രയ്ക്ക് വിഡ്ഢിയല്ല. എൻ്റെ ഒരു ചെറുവിരൽ മതി അവനെ പാതാളത്തിലോട്ട് അമർത്തിക്കളയാൻ, രോഷത്തോടെ മഹാദേവൻ തമ്പി പറഞ്ഞു. നമ്മളെക്കാൾ വില കുറച്ചാ വിൽപ്പന. സാധനവും നമ്മുടേതിനേക്കാൾ മെച്ചം. ആളുകൾക്ക് മുതലാളിയുടെ ആണോ വേറെ വല്ലവൻ്റെ ആണോ എന്നറിയണ്ടല്ലോ. കുറഞ്ഞ വിലയ്ക്ക് നല്ല ഒന്നാന്തര സാധനം. അത്രേ അവർ നോക്കൂ, രാമൻകുട്ടി പറഞ്ഞു. നീ കുടിച്ചു നോക്കിയോ? ഉവ്വ്. നമ്മുടേതുപോലെ മൂക്കിൻ്റെ പാലം തട്ടിപ്പോകുന്ന രൂക്ഷഗന്ധമൊന്നുമില്ല. എന്നു മാത്രമല്ല ഏതാണ്ടൊരു ചേരുവ അതിലുണ്ട്. കാരണം വീഞ്ഞിൻ്റെ മണമാണ് അതിന്, രാമൻകുട്ടി വെളിപ്പെടുത്തി. ധർമ്മ, നിൻ്റെ കൈ എങ്ങനെയുണ്ട്? ഒരുവിധം ഭേദമായി. 2 മാസം പ്ലാസ്റ്ററിൽ കിടന്നതുകൊണ്ട് വഴങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ പറഞ്ഞ എക്സസൈസ് ഉണ്ട്, പിന്നെ തിരുമ്പും കിഴിപിടിക്കലുമുണ്ട്. ഏതായാലും നീ ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിലൊന്ന് പോകണം. എൽദോയുടെ എല്ല് ബാക്കി വെച്ചേക്കരുന്ന് SIയോട് പറയണം. ശാന്തമ്പാറയിൽ രാമൻകുട്ടിയുടെ ബിസിനസ്സിന് ഒരു കേടും വരാതെ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. വേണ്ട പോലെ ചെയ്തോളാം, ധർമ്മരാജൻ ഏറ്റു. പിന്നെ ശരിക്കും ആരാണതിൻ്റെ പിറകിൽ? സാധനം എവിടുന്ന് വരുന്നു, എവിടെ വാറ്റുന്നു എന്നെല്ലാം ശരിക്കും അറിഞ്ഞേക്കണം. വേര് മാന്തി കളഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ശരി മുതലാളി. വേരോടെ പിഴുതില്ലെങ്കിൽ ഇന്ന് ശാന്തമ്പാറ, നാളെ പേത്തൊട്ടി, അത് കഴിഞ്ഞാൽ പൂപ്പാറ.
എല്ലാം കൈവിട്ടു പോകും. എനിക്കറിയാം മുതലാളി. ആ നെടുങ്കണ്ടത്തുനിന്ന് മുങ്ങിയവരെ പറ്റി പിന്നീടൊന്നും കേട്ടില്ലല്ലോ അല്ലേ? എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. അവരെവിടെയാ പോയെന്ന് മാത്രം ഒരെത്തും പിടിയും കിട്ടിയിട്ടില്ല. നരേന്ദ്രനോ അതും അന്വേഷിക്കുന്നുണ്ട്. ധർമ്മരാജ, നിന്റെ തോൽവി എൻ്റെയും തോൽവിയാ. ആശുപത്രിയിലായിരുന്നത് കൊണ്ടാ ഞാൻ. എനിക്കറിയാം. ശാന്തമ്പാറ ശശി കുഴപ്പക്കാരനാണെന്ന് കണ്ടാൽ പിന്നെ വെച്ചേക്കണ്ട. നമ്മുടെ പാലിൽ ഒരു എറുമ്പ് പോലും കിടക്കാൻ പാടില്ല, കേട്ടല്ലോ? ധർമ്മരാജൻ തല കുലുക്കി. ഞാൻ ഇപ്പോൾ തന്നെ ശാന്തമ്പാറയ്ക്ക് പോകുക. രാത്രിയിൽ അറിയിക്കാം വിവരം. ധർമ്മരാജൻ രാമൻകുട്ടിയുമായി അപ്പോൾ തന്നെ ജീപ്പിൽ ശാന്തമ്പാറയ്ക്ക് പുറപ്പെട്ടു. നോവൽ നാളെ തുടരും.